ഇന്നൊരു അടിപൊളി ക്രീമി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ചിലർക്കെങ്കിലും മനസ്സിലാവും ഇത് പാൽക്കപ്പയാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക. ഇതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു മീഡിയം സൈസിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു ലെവലിൽ ചതച്ചെടുത്താൽ മതിയാവും. അതിനുശേഷം ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇതേപോലെ തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു കപ്പ കുക്കറിലിട്ട് ഒറ്റ വിസിലടിച്ചാൽ മതിയാവും. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറുവത്തിലിട്ട് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം ഒഴിച്ച് കുക്കറിൽ ഞാൻ ഒറ്റ വിസിലിന് വേണ്ടി വെച്ചിട്ടുണ്ട്. അരമുറി തേങ്ങയിൽ കുറച്ച് ജീരകം ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കപ്പ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു തവയിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങയും ജീരകവും കൂടി അരച്ചെടുത്തതിന് നമ്മൾ പാലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഇതേപോലെ കപ്പയുടെ മുകളിൽ മുങ്ങി നിൽക്കുന്ന ആ ഒരു ലെവലിൽ വേണം. 1-ാം പാൽ 2-ാം പാൽ എന്നുള്ള വ്യത്യാസത്തിലൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കപ്പ മുങ്ങിക്കിടക്കുന്ന ആവശ്യമായിട്ടുള്ള പാലാണ് വേണ്ടത്. പാൽ നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമുക്ക് ചെറിയ ഉള്ളിയും പച്ചമുളകും ചതച്ചത് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം പോലെയല്ല, നല്ലൊരു ക്രീമി ടെക്സ്ചർ ആവുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഈ ഒരു ലെവലിലാണ് നമ്മൾ ഓഫാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെവലിൽ വയ്ക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിന് ശേഷം തണുക്കുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് കുറുകും. കപ്പ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കടുക് വറ സെക്ഷനാണ്. അടുത്തത് നമ്മുടെ കടുക് വറ സെക്ഷനാണ്. അപ്പോൾ ആ ഒരു കടുക് വറുക്കുന്നതിന് വേണ്ടി ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം നമ്മുടെ കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ചെറിയുള്ളി, കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ഉണക്കമുളക് ഇതുപോലെ 2ആയി മുറിച്ചെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന വളരെ ഇളക്കി കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു പാൽക്കപ്പയിലേക്ക് ഈ ഒരു താളിപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുകയും വേണം. നല്ല ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. കപ്പയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലായിട്ട് എപ്പോഴും ഒരേമാതിരി തന്നെ വയ്ക്കും. അതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്